ഇനി നിങ്ങളുടെ റൂമുകൾ തണുത്ത് വിറയ്ക്കും. ₹1 പോലും ചിലവില്ലാതെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള AC പെഡസ്റ്റൽ ഫാനുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കറിയാമല്ലോ, ഇപ്പം ഭയങ്കരമായ ചൂടാണ്. അതായത് പുറത്തൊന്ന് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റാത്തത്ര ചൂടിലാണ് നമ്മളിപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലൊരു പെഡസ്റ്റൽ ഫാനോ അല്ലെങ്കിൽ ഒരു ടേബിൾ ഫാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ AC പോലെ നമുക്ക് തണുപ്പിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ 2 ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ, നമ്മളപ്പോൾ 2 കുപ്പിയും കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കണം, കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കണ്ടോ, ഈ ഒരു കുപ്പിക്കകത്ത് ഞാനിപ്പോൾ ഒരു 6ഓളം ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ 2 അടപ്പ് ഊരി കളയുകയും ചെയ്യരുത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു മെയിൻ ഘടകം, അതായത് നമ്മുടെ വീടിനെ അല്ലെങ്കിൽ നമ്മുടെ റൂമിനെ AC ആക്കാൻ പോകുന്ന മെയിൻ ഘടകം എന്ന് പറയുന്നത് ഐസ് ക്യൂബ് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മുടെ ഫാനിനകത്തേക്ക് നമ്മുടെ കുപ്പിയെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുപ്പിയെ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു ഹോൾ ടോപ്പ് ആകുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു കമ്പിയോട് ചേർന്ന് വരണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറയുന്ന ഐസ് ക്യൂബ് കേട്ടോ, ഐസ് ക്യൂബ് നമുക്ക് ഓരോന്ന് പറക്കി നമ്മുടെ ഈ ഒരു ഓരോ കുപ്പിക്കകത്തേക്കും. ഫാനപ്പോൾ നമ്മൾ കറണ്ട് കുത്തിയിട്ടുണ്ട്. ഇതാ നോക്കിക്കോ, ഞാൻ ഓണാക്കാം. നല്ല അടിപൊളി തണുപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് അടുത്തേക്ക് ഇരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദൂരത്തേ ഇരിക്കാവൂ. ഓണാക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം റൊട്ടേറ്റ് തന്നെ ഇടുക. നമുക്ക് ഒരേ രീതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തണുപ്പ് കാരണം ചിലപ്പോൾ നമുക്ക് പനി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഇടുക. ഇപ്പം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം തണുപ്പ് നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ കാറ്റിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. ഇതിപ്പോൾ കണ്ടു, ഇത് നമ്മുടെ ഒരു ഐസ് ക്യൂബ് കുറേ നേരം കഴിയുമ്പോഴത്തേന് അലിഞ്ഞു പോകും. വെള്ളം കുറച്ച് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടപ്പ് തുറന്നിട്ട് ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് പിടിച്ചിട്ട് എടുത്ത് കളയാം. വീണ്ടും അടപ്പിട്ടിട്ട് വീണ്ടും ഐസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും.